ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ശ്രുതി ഇങ്ങനെ വളയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റെഡ് കളർ വളയാണ് കേട്ടോ ശ്രുതി സെലക്ട് ചെയ്തിരിക്കുന്നത്. അശ്വിൻ രാത്രി വർക്ക് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും റോട്ടിലൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് കാണുവാണ്. അപ്പോൾ അശ്വിൻ ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ തന്നെ അശ്വിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം തൻ്റെ പഴയ സംഭവങ്ങളൊക്കെ അശ്വിൻ ചടിച്ച് ആലോചിക്കുന്നുണ്ട്. അമ്മ നഷ്ടപ്പെട്ടതും അച്ഛൻ നഷ്ടപ്പെട്ടതൊക്കെ ഫ്ലാഷ് ബാക്കിൽ അശ്വിൻ ആ സമയത്ത് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവർ പോലീസിനോട് ചോദിക്കേണ്ടത് ഇവിടെ എന്താ സംഭവിച്ചെന്ന് അശ്വിൻ ചോദിക്കുമ്പോഴേക്കും പോലീസുകാരൻ പറയുന്നുണ്ട്, ഒരു ചെറിയ പെൺകുട്ടി, അതായത് ഒരു 10-22 വയസ്സുള്ളൊരു പെൺകുട്ടി ആക്സിഡൻറ്റിൽ പെട്ട് പോയതാണ് സർ, ആൾ മരിച്ചെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കണം അശ്വിൻ ആകെ ഞെട്ടിപ്പോവാണ്. അശ്വിൻ അവിടെ ഇറങ്ങുമ്പോഴേക്കും അവിടെ വളപ്പൊട്ടുകൾ കിടക്കുന്ന കാണുന്നുണ്ട്. കുപ്പിവളയുടെ പൊട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ വളപ്പൊട്ടുകൾ എന്ന് പറയുന്നത് ശ്രുതി ഇന്ന് സെലക്ട് ചെയ്ത വളയാണ് കേട്ടോ കിടക്കുന്നത്. അത് കാണുമ്പോൾ അശ്വിന് പേടിയാവുകയാണ്. ശ്രുതി തന്നെയാണെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരു ആംബുലൻസ് അതിലേക്ക് കൂടി പോകുന്നുണ്ടാവും. കാരണം ആ പെണ്ണിനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവാണ് ഹോസ്പിറ്റലിലേക്ക്. അശ്വിൻ ആ ആംബുലൻസിൻ്റെ പുറകിൽ ഇങ്ങനെ ഓടുവാട്ടോ, ശ്രുതി നിൽക്ക്, ശ്രുതി ഞാൻ വരുന്നുണ്ട്, ശ്രുതി ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ അശ്വിൻ ആ ആംബുലൻസിൻ്റെ പുറകിൽ ഇങ്ങനെ ഓടുവാണ്. അശ്വിൻ ശരിക്കും ശ്രുതി തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദൂരം ഓടിക്കഴിയുമ്പോഴേക്കുമാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഈ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് അശ്വിൻ ഇങ്ങനെ ചെവി കോർക്കുമ്പോൾ അത് വേറെ ആരുടെയല്ല, തൊട്ടടുത്ത കടയിൽ നിന്ന് ശ്രുതിയാണെങ്കിൽ കടക്കാരനോട് വില പേശിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സംസാരം കേൾക്കുമ്പോഴാണ് അശ്വിന് സമാധാനമാണത്. അയ്യോ ശ്രുതി ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവളുടെ വളപ്പൊട്ട് അവിടെ കിടക്കണമെന്നേ ഉള്ളൂ. ആക്സിഡൻറ്റ് പറ്റിയത് ശ്രുതിക്കല്ലെന്ന് അശ്വിനെ മനസ്സിലാവാണ്. അതിനുശേഷം അശ്വിൻ സമാധാനമായെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് പോയിട്ട് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി വിചാരിക്കും ഇയാളെന്താ ഈ രാത്രി വന്നിട്ട് വെറുതെ ഇരുന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണെന്ന് ശ്രുതിക്ക് മനസ്സിലാവില്ല. പക്ഷേ അശ്വിൻ വല്ലാതെ ടെൻഷൻ ആവുന്നു കേട്ടോ. ശ്രുതിയാണ് ആ ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു പോയെന്ന് അശ്വിൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും അശ്വിൻ്റെ വല്ലാത്തൊരു കെയറിങ് ആണ് കേട്ടോ ആ ഒരു ഭാഗത്തിൽ കാണിക്കുന്നത്. ഈ ഭാഗം നാളെ ലാസ്റ്റോട് കൂടിയിട്ടാണ് കാണിക്കുന്നുണ്ടാവുക. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതിന് മുമ്പ് വേറെ ഷ്യാമിൻ്റെ ഭാഗമൊക്കെ കാണിക്കാനുണ്ട് കേട്ടോ. പെർഫ്യൂമിൽ ആ ഒരു സംഭവം കൂടി കാണിക്കാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ബൈ ബൈ.